കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യപ്പതത്വം ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ദേവതാ സങ്കല്പമാണ് സ്വാമി അയ്യപ്പൻ്റേത്. അതുപോലെ തന്നെ വിമർശന വിധേയമായിട്ടുള്ളതുമാണ്. സ്വാമി അയ്യപ്പൻ ഇരിക്കുന്നത് അതും യോഗബന്ധത്തോടും കൂടി, പിന്നെ കൈപിടിച്ചിരിക്കുന്നതോ ചിന്മുദ്രയോടുകൂടി, പിന്നെ അച്ഛനാണെങ്കിൽ ശിവനും അമ്മ മഹാവിഷ്ണുവും. ഇങ്ങനെയൊരു സങ്കല്പം ഭാരതീയ സംസ്കാരത്തിൽ വേറെ കാണാൻ സാധിക്കുകയില്ല. ഭാരതീയ സങ്കല്പത്തിൽ ഇതുപോലെ അരപ്പട്ട കിട്ടിയ രണ്ട് ദേവതാ സങ്കല്പം കൂടി കാണാൻ കഴിയും. യോഗ ദക്ഷിണാമൂർത്തിയും യോഗ നരസിംഹവും. സ്വാമി അയ്യപ്പനും ഇങ്ങനെ 3 സങ്കല്പങ്ങളായിട്ടാണ് ഭാരതത്തിൽ അരപ്പട്ട കെട്ടിയിരിക്കുന്നതായി കാണാൻ സാധിക്കുക. യോഗശാസ്ത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ യോഗ നരസിംഹം എന്ന നാമവും യോഗ ദക്ഷിണാമൂർത്തി എന്ന നാമവും യോഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അപ്പോൾ യോഗശാസ്ത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ഇത്തരം ആസനത്തെപ്പറ്റി അവിടെ വിവരിക്കുന്നുണ്ട്. യോഗ പട്ടാസനം എന്നാണ്. അങ്ങനെ അധികകാലം തപസ്സരിക്കാനുള്ള വിശേഷവിധിയാണ് യോഗ പട്ടാസനം. അപ്പോൾ യോഗശാസ്ത്രത്തിലേക്ക് അയ്യപ്പൻ്റെ പൊരുൾ തേടി പോകാം. മനുഷ്യ ശരീരത്തിൽ 72,000 നാഡികളുണ്ട് എന്ന് യോഗശാസ്ത്രത്തിൽ കാണാൻ സാധിക്കും. അതിൽ 3 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. സുഷുപ്ന, ഇട, പിംഗള എന്നിവയാണ്. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ഇടാനാഡിയും പുറത്തേക്ക് പിംഗളാനാഡിയും പ്രവർത്തിക്കുന്നു എന്ന് യോഗശാസ്ത്രം അനുശാസിക്കുന്നു. ഇതിൽ പിംഗളാനാഡിയെ പരമശിവൻ എന്നും ഇടാനാഡിയെ മഹാവിഷ്ണു എന്നും യോഗശാസ്ത്രത്തിൽ വിളിക്കുന്നു. ഇടാനാഡിയും മഹാവിഷ്ണുവുമുള്ള ബന്ധം വരുന്നത് ഇടാനാഡിക്ക് ചന്ദ്രനാഡി എന്ന പേരുമുണ്ട്. ചന്ദ്രന്റെ സഹോദരിയായ മഹാലക്ഷ്മിയുടെ പതി മഹാവിഷ്ണു ആയതുകൊണ്ട് ഇടനാഡിക്ക് മഹാവിഷ്ണു എന്ന് പറയുന്നു. പിംഗളാനാഡി ചൂടുമായി സൂര്യനുമായി ബന്ധമുള്ളതുകൊണ്ട് ഇത് പരമശിവനുമായി അറിയപ്പെടുന്നു. അപ്പോൾ എന്തിനാണ് ഈ നാഡികളെ മഹാവിഷ്ണുവെന്നും പരമശിവനെന്നും വിളിക്കുന്നത്? പരോക്ഷ പ്രിയ ദേവ എന്നാണ്. ദേവന്മാർ പരോക്ഷപ്രിയരാണ്. നേരിട്ട് ഒരു കാര്യവും പറയില്ല. അവർ വളഞ്ഞാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇടാനാഡിയാണ് മഹാവിഷ്ണു, പിംഗളനാഡിയാണ് പരമശിവൻ. ഇടയും പിംഗളയും ഒന്നു ചേരുമ്പോൾ പരമശിവനും വിഷ്ണുവും ഒന്നു ചേരുമ്പോൾ അച്ഛനായ പരമശിവനും അമ്മയായ മഹാവിഷ്ണുവും ഒന്നു ചേരുമ്പോൾ, അതായത് അകത്തേക്ക് എടുക്കുന്ന ശ്വാസവും പുറത്തേക്ക് എടുക്കുന്ന ശ്വാസവും ഒന്നാകുമ്പോൾ സുഷുമ്ന എന്ന മധ്യനാഡി തുറക്കുന്നു. സുഷുപ്നയുടെ കവാടം തുറന്ന് പ്രാണൻ മുകളിലേക്ക് ഗമിക്കുമ്പോൾ 5 ആധാരങ്ങളിൽ കൂടി 5 തത്വങ്ങളിൽ പൃഥ്വിതത്വം, ജലതത്വം, അഗ്നിതത്വം, വായുതത്വം, ആകാശതത്വം, ഈ 5ൻ്റെയും ചേരുവയാണ് പ്രപഞ്ചം. പ്രകർഷണെ പഞ്ചീകൃതമായത് പ്രപഞ്ചം. ഈ 5ൻ്റെയും മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധിചക്രം, ഈ 5ൻ്റെയും അപ്പൻ ആയി അല്ലെങ്കിൽ നേതാവായി വാഴുന്നവൻ അയ്യപ്പൻ. ശിവന്റെയും വിഷ്ണുവിൻ്റെയും സംയോഗത്താൽ, അതായത് ഇടാപിംഗളയുടെ സംയോഗത്താൽ അകത്തോട്ടും പുറത്തോട്ടും പോകുന്ന ശ്വാസം ഒന്നാകുമ്പോൾ സുഷുപ്ന നാഡിയുടെ കവാടം തുറന്ന് പ്രാണൻ ഈ 5 ആധാരങ്ങളെയും കടന്ന് ഉത്ക്രമിക്കുമ്പോൾ 5ൻ്റെയും അപ്പൻ അയ്യപ്പൻ. എത്ര മനോഹരമാണ് സങ്കല്പം! ഈ മനോഹര സങ്കല്പമാണ് ഭാഷ്യന്മാർ പറഞ്ഞിരിക്കുന്നത്. വിശേഷേണ ഗ്രഹിക്കേണ്ടത് വിഗ്രഹം. അപ്പോൾ അയ്യപ്പസ്വാമിയുടെ ഈ വിഗ്രഹത്തിൽ എന്താണ് ഗ്രഹിക്കേണ്ടത്? ദീർഘകാലം തപശ്ചര്യയിൽ മുഴുകുമ്പോൾ ഇടാപിംഗളകൾ ചേരുകയും പ്രാണൻ 5 ആധാരങ്ങളെയും കടന്ന് ആജ്ഞാചക്രത്തിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ദീർഘകാലം തപസ്സിൽ മുഴുകുമ്പോൾ ഇടാപിംഗളെ നാഡികളുടെ സംയോഗത്താൽ സുഷുപ്ന കവാടം തുറന്ന് പ്രാണൻ 5 ആധാരങ്ങളെയും അയ്യപ്പനാകുവാൻ സാധിക്കുന്നു. ഈ പഞ്ചഭൂതങ്ങളെയും ജയിച്ചു കഴിഞ്ഞാൽ, അയ്യപ്പനായി കഴിഞ്ഞാൽ, ജീവാത്മാവിനെയും പരമാത്മാവിനെയും യോജിക്കുന്നു എന്ന് ചിന്മുദ്ര സൂചിപ്പിക്കുന്നു. അങ്ങനെ ജീവാത്മാവും പരമാത്മാവും സംയോജിക്കുമ്പോൾ പ്രാണൻ ആജ്ഞാചക്രം ഭേദിച്ച് സഹസ്രാരത്തിൽ എത്തിയിട്ടുണ്ടാകും. അങ്ങനെ സാധാരണ രീതിയിൽ വ്യവഹരിക്കുന്ന ഒരു മനുഷ്യന് അത്യുന്നതങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടുന്ന സമ്പ്രദായത്തെ ക്രോഡീകരിച്ച് ഉള്ള സങ്കല്പമാണ് അയ്യപ്പൻ.
ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല, ഒന്ന് ആണ് എന്ന് ആ ചിന്മുദ്ര മനസ്സിലാക്കി തരുന്നു. 5 വിരലുകളുള്ള ജീവികളിൽ മനുഷ്യന് മാത്രമേ തള്ളവിരലും ചൂണ്ടുവിരലും ഒന്നിപ്പിക്കുവാൻ സാധിപ്പിക്കൂ. അപ്പോൾ മനുഷ്യജന്മത്തിലൂടെ മാത്രമേ ജീവാത്മാ പരമാത്മാ ഐക്യം സാധ്യമാകൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ആ മോക്ഷത്തിലേക്ക് നമ്മൾ എന്തെല്ലാം ചെയ്യണം? ദീർഘകാലം തപസ്സിൽ മുഴുകണം. പിങ്കളകളിലൂടെ ഒഴുകുന്ന ശ്വാസത്തെ നിയന്ത്രിച്ച് സുഷുപ്നയിലൂടെ കൊണ്ടുവന്നാൽ 5ൻ്റെയും നാഥനായ ഭൂതനാഥനായ ആ ഗുരുനാഥനെ അയ്യപ്പനെ കാണാം. അങ്ങനെ ആ തലത്തിലെത്തിയാൽ അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരും, ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല, ഒന്നാണ്. നീ ഭയപ്പെടേണ്ട, നീ അന്വേഷിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. തത്വമസി. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.